ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴത്തേനും നല്ല മഴച്ചാറ്റലും ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ നേരെ ചായ ഇടാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചേട്ടായിക്ക് പല്ലെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാനും പറ്റത്തുള്ളൂ. റൂമിൽ നിന്ന് സംസാരം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് ഐനൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ എഴുന്നേൽപ്പിച്ചൊന്ന് സെറ്റാക്കിയത് പല്ല് തേക്കാനായിട്ട് വിട്ടു കേട്ടോ. അവൾക്ക് തനിയൊന്ന് പല്ല് തേക്കണമെങ്കിലും പിന്നെ ഞാൻ തേച്ച് കൊടുക്കുകയും പിന്നെ അരച്ച് വെച്ച മാവ് ഉണ്ടായിരുന്നു. മാവ് കൂടുതലാണെന്ന് കണ്ടതുകൊണ്ട് കുറച്ചെടുത്ത് മാറ്റിയും വെച്ച്. പിന്നെ ദോശയൊക്കെയും ചുട്ട് കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശയ്ക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. സവാള അരിഞ്ഞൊരു ചമ്മന്തിയും ഉണ്ടാക്കി. അപ്പോഴേക്കും മഴയൊക്കെ മാറി നല്ല വെയിലും വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഫ്ലാസ്കിലും ഒക്കെ വെച്ച് കേട്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേന് ഐനൂസ് താണ്ടി ഇവിടെ പാവകളെയും കൊണ്ട് കളിക്കുവാണ്. കഞ്ഞിയും ചോറും ഒക്കെ അടുപ്പിലാക്കി. പിന്നെ നോക്കിയപ്പോൾ കാണാൻ പാവകളെയും കൊണ്ട് പിന്നെ അമ്മയും പപ്പയും വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് മീൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് തന്നെ അവർ വെട്ടിയൊക്കെയാണ് തന്നെ. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ മീനൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ വറക്കാമെന്നും പറഞ്ഞ് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീനിൽ മസാല പുരട്ടി മാറ്റി വെച്ചു കേട്ടോ. കുഞ്ഞും ഞാനും മാത്രം ചോറ് വയ്ക്കുന്നുണ്ട്. ഒരു തോരനും മോരും മാത്രം മതിയെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മീൻ വറുത്തത്. അങ്ങനെ മീൻ വറക്കാനെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോയി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നോർമലി ചമ്മന്തി അരയ്ക്കുന്ന പോലെ എല്ലാം അരച്ചെടുക്കണേ. പിന്നെ വറുത്ത മീനിൻ്റെ മുള്ളും കളഞ്ഞ് ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ തോരനുള്ളതും മീൻ വറുത്തതും ഒക്കെ ആക്കി മാറ്റി വെച്ചേ. പിന്നെ ചേട്ടായിക്കുള്ള കഞ്ഞിയും വെന്തോന്നൊക്കെ നോക്കി. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. പരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കളയും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ചോറും കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയും തോരുകയും ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെരയ്ക്കകമൊക്കെയും തുടച്ച് മിറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങി. മഴയൊന്ന് തോന്നി നിന്ന സമയത്ത് നേരെ മിറ്റം അടിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഐനൂസിനൊരു ഉച്ചയുറക്കം പതിവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഐനൂസ് കിടന്നുറങ്ങുവാണേ. അങ്ങനെ തന്നെ എൻ്റെ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് തുണിയൊക്കെയും കഴുകിയിട്ടേ. പിന്നെ നേരെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ 3 പേരോടെ ചായയൊക്കെ കുടിച്ച് ഐനൂസിൻ്റെ ബേബിയുടെ കാര്യം എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേനും പിന്നെ വിളക്ക് കത്തിക്കാമെന്നും പറഞ്ഞിറങ്ങി. ഐനൂസ് എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നേ. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വിളക്കൊക്കെയും കത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് നാമമൊക്കെ ചൊല്ലി പിന്നെ ഒരു അരമണിക്കൂർ ഐനൂസിനെ കൊണ്ട് അക്ഷരമൊക്കെ എഴുതിപ്പിക്കും കേട്ടോ. പിന്നെ ഐനൂസിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളിത് അത്താഴം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ ഐനൂസിനെ ഒന്ന് പല്ലൊക്കെയും തേപ്പിച്ചിട്ടാണ് കിടത്തി ഉറക്കാറ്. ഇട ദിവസങ്ങളിൽ ഞങ്ങളിതാ ഫോണിൽ സിനിമയൊക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇന്നൊരു സിനിമയും കണ്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.